ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സ്പെയിനിലേക്കൊരു യാത്ര പോയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ആഫ്രിക്കൻ സുഹൃത്താണ് കേട്ടോ. ഓക്കെ, ഇന്ന് സ്പെയിനിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സ്പെയിനിലെ 3 പ്രദേശങ്ങളാട്ടോ ഞാൻ വിസിറ്റ് ചെയ്തത്. ഒന്ന് അൽക്കല ഡി ഹെനാറസ് എന്ന് പറയുന്ന സിറ്റി, പിന്നെ ഡഗാൻസോ ഡി അരീബ എന്ന് പറയുന്ന സിറ്റി, പിന്നെ മാഡ്രിഡ്. ഓക്കെ, അവിടെ ഏകദേശം ഒരു 1 വീക്ക് ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. ഇത് മാഡ്രിഡ് എയർപോർട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഡഗാൻസോ ഡി അരീബ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഉള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വളരെ വിജനമായിട്ടുള്ള പ്രദേശമാണ് മാഡ്രിഡ്. പൊതുവെ മാഡ്രിഡും അതേപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും പൊതുവെ ഒരു ജനവാസം ഇല്ലാത്തൊരു ഏരിയ കേട്ടോ. വളരെ നല്ല മനുഷ്യരാട്ടോ ഇവിടെയുള്ള ആളുകളെല്ലാം. എൻ്റെ ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനവിടെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഡഗാൻസോ ഡി അരീബ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന്, ആ ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ അൽക്കല ഡി ഹെനാറസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഞാൻ നനഞ്ഞിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. ഓക്കെ, കൈ കൊണ്ട് ഇങ്ങനെ തല മറച്ചുകൊണ്ട് നനഞ്ഞ് പോകുകയാണ്. അപ്പോൾ അതൊരു ലേഡി കാണുന്നുണ്ട്. ആ ലേഡി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്കൊരു കുട തന്നു. കുട തന്നിട്ട് ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതേപോലെ അൽക്കല ഡി ഹെനാറസിലേക്ക് പോവുകയാണ്, അപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഈ ഹോട്ടലിലല്ലേ, തിരിച്ചു വരുമ്പോൾ ഇത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല മനുഷ്യരാണ്. മുൻപരിചയമില്ല, ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടുത്തെ നാട്ടുകാരനല്ല. എന്നിട്ട് പോലും ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്കൊരു കുട തന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര പൊളൈറ്റായിട്ടുള്ള സ്നേഹമുള്ള ആളുകളാണ് അവരെന്നുള്ള കാര്യം. യാത്രക്കിടെ ഡ്രൈവർ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറഞ്ഞോട്ടെ എന്നോട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തെക്കൻ സ്പെയിനിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ച നമുക്ക് ആഫ്രിക്കയിലെത്താമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഞാനത് പിന്നീട് ഗൂഗിളിൽ ഒരു ഫാക്റ്റ് ചെക്ക് ചെയ്തു. അപ്പോഴും അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ, സ്പാനിഷ് മസാല. ദിലീപ് നായകനായി അഭിനയിച്ച സിനിമ. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സ്പാനിഷ് ഭരണപ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള ദ്വീപുകളും അതേപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ദ്വീപുകളും ഒക്കെ ചേർന്നതാണ് ഈ സ്പെയിൻ എന്ന് പറയുന്ന, സ്പാനിഷ് എന്ന് പറയുന്ന ഈ ഒരു ഭൂപ്രദേശം. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ കാറിലെ ഡ്രൈവർ ഇവിടുത്തെ ആളല്ല കേട്ടോ. നേപ്പാളിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഹൈദരാബാദ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, മദ്രാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സദേൺ പാർട്ടിലാണ്, ഇന്ത്യയിലെ സദേൺ പാർട്ടിലാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലി വട എന്നൊക്കെ പറഞ്ഞു കേട്ടോ, സാമ്പാറെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ചോറും മീനും അതേമാതിരി സാമ്പാറൊന്നും കഴിക്കാതെ 2-3 ദിവസം സ്പെൻഡ് ചെയ്ത് വരികയാണല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു ഗൂസ് ബംസ് വന്നു കേട്ടോ. വളരെയധികം സന്തോഷമായി എനിക്ക്. ഇതൊരു ടണലാട്ടോ. ഈ ടണല് നല്ല ഒരു ലോങ് ആയിട്ടുള്ള, മാഡ്രിഡിലെ ഏറ്റവും വലിയ ടണലാണെന്നാണ് പറയുന്നത്. ഏകദേശം സിറ്റി എത്താറാകുമ്പോൾ ഉള്ള ഒരു ടണലാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ വിസിറ്റ് ചെയ്ത സമയം നല്ല സമയമായിരുന്നു കേട്ടോ. കാരണം ചെറിയൊരു ചാറ്റൽ മഴ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫെസ്റ്റിവല്, സ്പാനിഷ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയമായിരുന്നു. കാളപ്പോരൊക്കെ നടക്കുന്ന സമയമാണ്. ഭാഗ്യവശാൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെ അത്തരത്തിലുള്ളൊരു മത്സരമൊക്കെ കാണാൻ എനിക്ക്
ഭാഗ്യം കിട്ടി കേട്ടോ. ഓക്കെ, ഞാനതിന് ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് മടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞത് അതിന് എൻട്രി ടിക്കറ്റൊന്നുമില്ല, കയറിക്കോളാം എന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ലോക്കലായ റിമോട്ടായ ഒരു വില്ലേജിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും അവിടുത്തെ ആളുകളായിരുന്നു. ഓക്കെ, സ്പെയിനിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഞാൻ മടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഒരു സ്പാനിഷ് സുഹൃത്ത് വന്ന് എന്നെ ആ ഒരു കാളപ്പോര് കാണാൻ എന്നെ ക്ഷണിച്ചത് കേട്ടോ. ഈ ഒരു കാളപ്പോര് ഒരു പ്രധാനപ്പെട്ടൊരു ആഘോഷം കേട്ടോ, ഫെസ്റ്റിവലാണ് സ്പെയിനിലെ. ഓക്കെ, സ്പെയിൻ മാത്രമല്ല, മെക്സിക്കോ, അതേപോലെ പെറു, അതേപോലെ ഫ്രാൻസ്, പ്രത്യേകിച്ച് തെക്കൻ ഭാഗത്ത്, ഫ്രാൻസിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ, പോർച്ചുഗൽ, ഇവിടെ എല്ലാം തന്നെ ഈ കാളപ്പോര് ഫേമസ് ആണ്. ഈ ഒരു പോരിന് വേണ്ടി സജ്ജമാക്കുന്ന കാളകൾ പോലും ഉണ്ട് കേട്ടോ. ഓക്കെ, അതിന് പ്രത്യേക പേരുണ്ട്. അവർ ലോക്കലി വിളിക്കുന്ന പേര് ടൊറോ ബ്രാവോ എന്നാണ്. ടൊറോ ബ്രാവോ, അത് ഈ പറയുന്ന പോരിന് വേണ്ടി സജ്ജമാക്കുന്ന കാളകളെ വിളിക്കുന്ന പേരാട്ടോ, ടൊറോ ബ്രാവോ എന്ന് പറയുന്ന പേര്. അതുപോലെ തന്നെ ഇതിന് ഒരു പെർഫോമറും ഉണ്ട്. ഓക്കെ, ഒരു പെർഫോമറും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു റെഡ് ടവലുണ്ടാവും. അപ്പോൾ ഈ ഒരു കാളകളെല്ലാം തന്നെ കളർ ബ്ലൈൻഡാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടവല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കാളകളും എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക, അതായത് ഈ കാളപ്പോരിൽ പങ്കെടുക്കുക, സ്ത്രീകളും ഉണ്ട്. ഓക്കെ, രണ്ടുപേരും വളരെ സജീവമായിട്ട് തന്നെ ഈ ഒരു കാളയെ കീഴടക്കാൻ വേണ്ടി ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അത് ഒരു പിങ്ക് കളർ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കാളയുടെ മൂവ്മെൻറ്റിന്. ഭയങ്കര വെയിലാട്ടോ, പെരും വെയിലാണ്. ഞാൻ വരുമ്പോൾ 2-3 ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിരുന്നു. നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് എപ്പോഴും കോൾഡാണെന്നുള്ളത് ഒരു ധാരണയുണ്ടല്ലോ. ആ ധാരണ വെച്ചുകൊണ്ട് 2-3 ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് കൊടും ചൂടാണ്, വലിയ ചൂടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അവിടെയുള്ള ചൂടൊക്കെ എത്രയോ ഭേദമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ രസകരമായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോകളിൽ ഞാൻ പങ്കുവയ്ക്കാം കേട്ടോ.